ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നൊരു സൺഡേ ആണ്. അപ്പം നമ്മൾ രാവിലെ പള്ളിയിൽ പോവാണ്. 8:30 കുർബാനയ്ക്കാണ് പോകുന്നത്. അപ്പം ഇന്ന് ക്രിസ്മസിന് 2 ദിവസം കൂടിയുള്ളൂ ബാക്കി. അപ്പം നമ്മൾ ഇന്ന് ക്രിസ്മസിൻ്റെ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. രാവിലെ ഇന്ന് സൺഡേ സ്കൂളിലെ പിള്ളേർക്ക് ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ഒക്കെ ഉണ്ട്. അപ്പോൾ കുർബാനയ്ക്ക് ശേഷം നമ്മൾ സൺഡേ സ്കൂളിൽ സ്റ്റാർട്ട് ചെയ്തു. സോ പിള്ളേരൊക്കെ നല്ല എക്സൈറ്റ്മെൻറ്റിലാണ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഗിഫ്റ്റൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ ഗിഫ്റ്റുകളൊക്കെ എക്സ്ചേഞ്ച് ചെയ്തു. അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. അപ്പം അവർക്ക് കിട്ടിയ ഗിഫ്റ്റുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തു. അപ്പോൾ കിട്ടിയതൊക്കെ അൺബോക്സ് ചെയ്ത് നോക്കുകയാണ്. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്നെ ക്ലാസ് എടുക്കാൻ പോലും സമ്മതിക്കുന്നില്ലായിരുന്നു. മിസ്സേ, ഇതൊന്ന് ഓപ്പൺ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അവിടെ വെച്ച് തന്നെ അൺബോക്സ് ചെയ്യിപ്പിച്ച്. അപ്പോൾ അവർക്ക് കിട്ടിയ സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ. അപ്പം അവർ ഭയങ്കര ഹാപ്പിയായി അതൊക്കെ കണ്ടപ്പോൾ. ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. എന്താണെന്ന് അറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. അപ്പോൾ തുറന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി. ഇനിയിപ്പം ഞാൻ പറഞ്ഞു, ഗിഫ്റ്റൊക്കെ എടുത്തു വെക്ക്, നമുക്ക് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നിങ്ങൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് സൗകര്യമായിട്ടിരുന്ന് കണ്ടോ എന്ന് പറഞ്ഞു. എല്ലാവർക്കും കിട്ടിയത് ഈ ഗിഫ്റ്റുകളൊക്കെയാണ്. അപ്പോൾ അവരതൊക്കെ നമുക്ക് കാണിച്ചു തരാണ്. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. ഇത്രയാണ് കേട്ടോ ടോട്ടൽ ക്ലാസ്സിലെ കുട്ടികൾ. സൺഡേ സ്കൂളാണിത്. അപ്പം അതൊക്കെ കഴിഞ്ഞ് അവർക്ക് ഭയങ്കര ഹാപ്പിയായി. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ കരോൾ കോമ്പറ്റീഷൻ നടത്തുന്നുണ്ട് ക്രിസ്മസിൻ്റെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രാക്ടീസ് ആയിരുന്നു. അപ്പം അതൊന്ന് നമുക്ക് ജസ്റ്റ് കേട്ടിട്ട് വരാം. ആകാശം കോണിൽ നിന്നും താരകം ദൂതുമായി ചാരേ വന്നു. അത് കണ്ടിട്ടാട്ടിടയ ആനന്ദ ചിത്തരായി. അത് കണ്ടിട്ടാട്ടിടയ ആനന്ദ ചിത്തരായി. വെള്ളി നിലാ വഴി പിന്തുടർന്നു. അങ്ങനെ നമ്മൾ പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഒരു മൂവി കാണാൻ പോയി. ദിലീപിൻ്റെയും ലാലേട്ടൻ്റെയും പുതിയ മൂവിയായ ബബ്ബയാണ് കാണാൻ പോയത്. വലിയ കുഴപ്പമില്ല, എനിക്ക് വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല, എന്നാലും ചുമ്മാ കണ്ടിരിക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ ചൊവ്വാഴ്ചയാണ്. അപ്പം ഇന്ന് നമ്മുടെ കരോൾ ദിവസമാണ്. അപ്പം ഇന്ന് മുതൽ നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പം നമുക്കതൊന്ന് കണ്ടിരിക്കാം. പൂട്ടിയ വണ്ടിയിൽ പാറി പറന്നുതാ പപ്പ വരുന്നു. കുട്ടികൾക്കെല്ലാം കുട്ടികളായി പപ്പ വരുന്നു. ജാതിയുമില്ല മതവുമില്ല, ആഘോഷം സ്നേഹം കൊടുത്തു മനം നിറച്ചു മുന്നോട്ടു നീങ്ങി. നമ്മുടെ യൂണിറ്റിലെ വീടുകളൊക്കെ കുറച്ച് അകലെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ദൂരം പോകാനുണ്ട്. വലിയ കുന്നും മലയൊക്കെ കയറി വേണം ഓരോ വീടുകളിലെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എല്ലാ കൊല്ലവും ലോറിയിലാണ് കേട്ടോ കരോളിന് പോകുന്നത്. നല്ല വൈബാണ്, നല്ല പുറത്ത് നല്ല തണുപ്പും. എല്ലാവരും ഇങ്ങനെ ലോറിയിൽ പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ ചെയ്ത് പോകുമ്പോൾ അതിൻ്റേതായ ഒരു പ്രത്യേക വൈബാണ്. പിന്നെ ഇത് നമ്മൾ ഇപ്രാവശ്യം നമ്മുടെ വീട്ടിലുണ്ടാക്കിയ പുൽക്കൂടാണ് കേട്ടോ. നമ്മൾ രാത്രി എടുത്താണ്. വലിയ സമയമെടുത്തില്ല, എന്നാലും ചുരുങ്ങിയ ദിവസങ്ങളെ കൊണ്ട് ഞങ്ങൾ ആക്കിയെടുത്താണ്. അതൊന്ന് നിങ്ങൾ ജസ്റ്റ് കാണിക്കാം എന്ന് വിചാരിച്ചു. അത്ര വലിയ ഒരു
എഫേർട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല, എന്നാലും നമ്മളെ കൊണ്ട് കഴിയാവുന്നതിൽ മാക്സിമം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ്. പിന്നെ അത്യാവശ്യം പണ്ടത്തെ സെറ്റൊക്കെ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ എല്ലാ കൊല്ലം അങ്ങനെ പുൽക്കൂട് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെറ്റൊക്കെ അതുപോലെ തന്നെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും തന്നെ സൂക്ഷിച്ച് വെക്കും. പിന്നെ ഇത് കരോളിൻ്റെ ബാക്കിയാണ് കേട്ടോ. ഇത് നല്ല വൈബാണ് കേട്ടോ. ക്രിസ്മസിന് എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് വണ്ടിയിലൊക്കെ പോയിട്ട് പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ ചെയ്ത് ഇങ്ങനെ വരുന്നത് ഭയങ്കര വൈബുള്ള ഒരു സംഭവമാണ്. അപ്പം എല്ലാ കൊല്ലവും കരോളാവാൻ വേണ്ടി പണ്ടൊക്കെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു, കരോളിന് പോയി ഇങ്ങനെ അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ കരോള് ഇതോടെ അവസാനിച്ചിരിക്കുകയാണ് ഈ കൊല്ലത്തെ. പിന്നെ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച പൂരിയും കടലക്കറിയായിരുന്നു. പിന്നെ ഉച്ചയായപ്പം ഇന്ന് സ്പെഷ്യലായിട്ട് ഞാൻ കുറേ ദിവസമായി കഴിക്കണം എന്ന് വിചാരിക്കുന്നു ഗൈസ്. നല്ല എള്ളും കപ്പയും സാലഡും ഒക്കെ ആയിരുന്നു കഴിച്ചത്. എനിക്കൊക്കെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര അലർജിയൊക്കെ ആയിരുന്നു. ഞാൻ എള്ളും കപ്പയും കഴിക്കുന്ന സമയത്ത് എനിക്ക് ദേഹമൊക്കെ ചൊറിഞ്ഞ് തടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് എള്ളും കപ്പയും കഴിച്ചുകൊണ്ട് വലിയ വിശപ്പില്ലായിരുന്നു. അതുകൊണ്ട് ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴാണ് ഞാൻ ലഞ്ച് കഴിച്ചത്. അപ്പോൾ ഇന്ന് ബീഫുണ്ട്, അതുപോലെ സാലഡും ചോറുമാണ് കഴിച്ചത്, വേറെ കറികളൊന്നുമില്ല. പിന്നെ നമുക്കിന്ന് രാത്രി പാതിരാ കുർബാനയ്ക്ക് പോകണം പള്ളിയിൽ. അപ്പോൾ നമ്മൾ റെഡിയൊക്കെ ആയിക്കഴിഞ്ഞ് പള്ളിയിലേക്ക് പോകുന്നതാണ് കേട്ടോ. ഇന്ന് പള്ളിയിൽ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ 9 മണിക്കാണ് കുർബാനയ്ക്ക് ശേഷമാണ് പ്രോഗ്രാംസ്. അപ്പോൾ നമ്മുടെ പള്ളി എത്തിയിട്ടുണ്ട്. പള്ളിയിൽ അകത്തുള്ള ഒരു ക്രിബാണിത്, ഉണ്ണീശോനെ കിടത്തിയിട്ടുള്ള. അടിപൊളിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് പള്ളീൻ്റെ പുറത്ത് നിർമ്മിച്ചിരിക്കുന്ന പുൽക്കൂടാണ്. നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇവർ ഒരു 2 ആഴ്ചത്തെ ശ്രമം കൊണ്ട് ഉണ്ടാക്കിയെടുത്താണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു, നല്ല നല്ല റിവ്യൂസൊക്കെ എല്ലാവരും പറഞ്ഞു പുൽക്കൂട് കണ്ടിട്ട്. പിന്നെ നമ്മുടെ കരോൾ സോങ് കോമ്പറ്റീഷനാണ്, ഞങ്ങളുടെ യൂണിറ്റിൻ്റെ പ്രോഗ്രാമാണ്. നമുക്ക് ആ പാട്ടൊന്ന് കേട്ടിട്ട് വരാം ഗായ്സ്. ഇത് നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടുള്ള ലാസ്റ്റത്തെ നമ്മുടെ കുട്ടിക്കലാശമായിരുന്നു. നമുക്ക് ബാക്കി വീഡിയോസും കൂടി കണ്ടിട്ട് വരാം.
പ്രോഗ്രാംസൊക്കെ കഴിഞ്ഞ് വന്ന് കിടന്നപ്പം വെളുപ്പിന് 3 മണിയായി. പിന്നെ ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല കള്ളപ്പം, നല്ല ബീഫ് കറിയും കൂടിയായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 അപ്പം ആണ് ആദ്യം എടുത്തത്. പിന്നെ ഒരെണ്ണം കൂടി എക്സ്ട്രാ എടുത്തു, വിശന്നാൽ കഴിക്കാമല്ലോ. പിന്നെ നമ്മൾ കുറച്ച് ബീഫ് കറിയും കൂടി എടുക്കുന്നുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. ഓൾറെഡി ഒരു 11:30 ആയിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ. നല്ല ഉറക്കമായിരുന്നു, ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. പിന്നെ നമ്മൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ബിയർ ഉണ്ടായിരുന്നു, അത് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മളിന്ന് ഉച്ചയ്ക്ക് സ്പെഷ്യലായിട്ട് നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ചു. പിന്നെ അതിന് ശേഷം എൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്, ക്രിസ്മസ് ഔട്ട്ഫിറ്റ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങനെ ഇരുട്ടി എത്തി. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ദൃശ്യമാണ് കേട്ടോ. ഇത് ഇരുട്ടി പാലമാണ്. നമ്മളിപ്പം ഇങ്ങനെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടികളൊക്കെ ഒരുപാടുണ്ട്, ക്രിസ്മസ് ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വണ്ടികൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്. പിന്നെ നമ്മളൊരു കേക്ക് വാങ്ങിക്കാൻ വേണ്ടി കയറി. ഒരുപാട് കേക്കുകൾ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഈ ഐസിങ് വരുന്ന കേക്കിനോട് വലിയ താല്പര്യമില്ല, പണ്ടത്തെ മോഡൽ. അത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചാണ് ചെയ്യുന്നത്. നോക്കുമ്പം എനിക്കത് വലിയ താല്പര്യം തോന്നിയില്ല. പിന്നെ എനിക്ക് ഈ യെല്ലോ കേക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ആ കളർ കോമ്പിനേഷനൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മളത് എടുത്തിട്ടുണ്ട്. നമ്മൾ ഇരുട്ടിയൊക്കെ കഴിഞ്ഞത് കൂട്ടുപുഴ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒന്ന് വന്നപ്പോൾ വണ്ടികളൊക്കെ കുറവായിരുന്നു കേട്ടോ. അങ്ങനെ വീട്ടിലൊക്കെ എത്തി. എല്ലാവരോടും വർത്താനമൊക്കെ പറഞ്ഞ് നമ്മൾ ആ കേക്ക് കട്ട് ചെയ്യാണ്. വീട്ടിൽ കുറച്ച് ഗസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവർക്കെല്ലാവർക്കും കൂടി കേക്ക് കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ച് അതൊക്കെ കട്ട് ചെയ്ത് നമ്മൾ നല്ല കാപ്പിയൊക്കെ ഉണ്ടാക്കി എല്ലാവരും കേക്ക് കഴിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല കേക്കായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ നല്ല കള്ളപ്പവും ബീഫും ഉണ്ടായിരുന്നു, അതും കുറച്ച് തിന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വൈൻ ഉണ്ടായിരുന്നു വീട്ടിൽ, ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ വൈൻ. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ വീട്ടിലെല്ലാവരും ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു. എല്ലാവരും കൂടി കുറേ നാളായിട്ട് ഇങ്ങനെ ഒന്നിച്ചിരുന്ന് ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ വരുന്ന സമയത്താണ് ഒന്നിച്ചിങ്ങനെ ഇരിക്കുക. പിന്നെ ഇതെൻ്റെ കസിൻ്റെ ഒരു ചെറിയ തള്ളാണ്. നമുക്കത് എന്താണെന്ന് കേട്ട് നോക്കാം. ഒരു ബെഡ്ഷീറ്റ് തന്നിരിക്കുന്നു, അതിൻ്റെ ഉള്ളിൽ നമുക്ക് നോക്കാം. ഇതാണ് അതിൻ്റെ ഉള്ളിൽ. പിന്നെ എനിക്കൊരു കാര്യം കൂടെ, ഈ വീഡിയോ കാണുന്നവര് സബ്സ്ക്രൈബും ലൈക്കും ചെയ്തിട്ടില്ലെങ്കിൽ അത് വേഗം ചെയ്യുക. നമുക്കിത് അൺബോക്സ് ചെയ്യാം. അതാണോ ഷീറ്റ്? ഇത് തലവണ കവറാണ്. ഇത് ബെഡ്ഷീറ്റാണ്. ഇത് ഇങ്ങനെ മടക്കി ഇതൊക്കെ ആക്കാൻ പറ്റും. ഇതും അതുപോലെ തന്നെ ഒരു സെറ്റപ്പാണ്. വേറെ എന്തെങ്കിലും പറ, ബെഡ്ഷീറ്റിനെ കുറിച്ച് അല്ലാണ്ട് വേറെ എന്തെങ്കിലും പറ. നിങ്ങൾക്ക് എന്താ ക്രിസ്മസ് ഫ്രണ്ട് ഒക്കെ കിട്ടിയേ? നിങ്ങള് ക്രിസ്മസ് ഫ്രണ്ട് കിട്ടിയതെന്ന് കമന്റ് ചെയ്യണേ. ഇത് നമുക്ക് തിരിച്ചു വെക്കാം. എനിക്ക് ഗിഫ്റ്റ് തന്ന ആൾക്കാർ കുറച്ച് റിച്ച് ആണ് ഗൈസ്. എന്ത് ചെയ്യാനാ, എനിക്ക് കുറച്ച് ലക്ക് വന്നു ഗൈസ്. അപ്പൊ നമുക്കിത് തിരിച്ച് കേറ്റാം. ഇതിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് 1595 ഗൈസ്. ടാറ്റാ ബൈ ബൈ, സീ യു. പിന്നെ നമ്മൾ രാത്രി കഴിച്ചത് നല്ല ഗീ റൈസും ബീഫ് കറിയും പപ്പടം, അച്ചാർ, സാലഡ്, ചമ്മന്തി എന്നിവയായിരുന്നു. അപ്പം ഇത്രയൊക്കെയാണ് ഈ വർഷത്തെ നമ്മുടെ ക്രിസ്മസ് വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ടേക്ക് കെയർ ആൻഡ് ബൈ.